പറഞ്ഞു വന്നാൽ കടലിന്റെ താഴ്വര വരെ സൂര്യന്റെ രശ്മികൾ പോലും നേരെ ചെന്നെത്താറില്ല. അവിടെയാണുള്ളത് ഒരു ഭംഗിയുള്ള രാജ്യം, അറ്റ്ലാന്റിസ്. ഈ രാജ്യം വെറും ഒരു സാധാരണ രാജ്യം പോലെയല്ല. അവിടെ പവിഴം കൊണ്ടുള്ള ചുമരുകൾ മുത്തുപോലെ തിളങ്ങി. അവിടെ വെള്ളത്തിൽ നൃത്തം കളിക്കുന്ന മഴവിൽ മീനുകൾ ജീവിതത്തിന്റെ സംഗീതങ്ങൾ പാടി. ഈ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് രാജ ആലിയസ്, പിന്നെ റാണി മെലോഡിയ. അവർ എത്രയും പെട്ടെന്ന് അമ്മയാകാൻ പോവുകയാണ്. വളരെ അത്ഭുതമാണ് റാണി, നിന്നെ കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട്. മതി, നിർത്തോ. എന്നെ പുകഴ്ത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസവും ഉറക്കം വരില്ല അല്ലേ? അത് നേരാണ്, പക്ഷേ ഞാൻ പറയുന്നതിൽ തെറ്റില്ലല്ലോ. ശരി, അതൊക്കെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് എങ്ങനെയാ ഇന്ന് ജോലിയിൽ നിന്ന് സമയം കിട്ടിയത്? എവിടെ സമയം കിട്ടിയത്? ഞാനാണ് എന്റെ ജോലിയിൽ നിന്ന് തപ്പിച്ച് അതും നിനക്ക് വേണ്ടി, പിന്നെ നമ്മളുടെ കുട്ടിക്ക് വേണ്ടി സമയം ഒതുക്കിയതാണ്. നിനക്ക് ഏതൊരു രീതിയിലും കുറവ് ഉണ്ടാവാൻ പാടില്ല. നല്ല കാര്യമാണ്. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനു വേണ്ടിയെങ്കിലും നിങ്ങൾക്ക് അല്പം സമയം കിട്ടിയല്ലോ. ചേടാ, ഇത് തുടക്കം മാത്രമാണ്. ഇനി മുതൽ നീ നോക്കിക്കോളൂ. നീ എന്നെക്കുറിച്ച് തെറ്റു പറയാനായിട്ട് ഞാൻ ഏതൊരു അവകാശവും കൊടുക്കില്ല. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് രാജാവും റാണിയും വളരെ സന്തോഷത്തിലായിരുന്നു. പക്ഷെ വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് അവർക്കൊന്നും അറിയില്ല. പറയണമെങ്കിൽ കുറെ കാലമായി അറ്റ്ലാന്റിസ് രാജ്യത്തിനെ ഷാർക്ക് രാജാവ് നോട്ടമിട്ടിരിക്കുകയായിരുന്നു. ഷാർക്ക് രാജ ഭയങ്കരമായൊരു കടൽ കൊള്ളക്കാരനാണ്. കടലിനെ മുഴുവനായി തനിക്ക് സ്വന്തമാക്കണമെന്ന് കരുതിയവൻ. അദ്ദേഹത്തിന്റെ നോട്ടം അറ്റ്ലാന്റിസ് രാജ്യത്തിന്റെ സിംഹാസനത്തിലായിരുന്നു. രാജാവ് ആലിയാസിന് കുട്ടി ജനിക്കാൻ പോകുന്നതെന്ന് ഞാൻ കേട്ടു. നല്ല കാര്യമാണ്. ഇപ്പോൾ ആ രാജാവിനോടൊപ്പം ചേർത്ത് ആ കുട്ടീനെയും ഞാൻ കൊല്ലാൻ പോകുന്നത്. ക്രൂരനായ ഷാർക്ക് രാജാവിന് മെലോഡിയ ഗർഭിണിയായിരിക്കുന്നത് അറിഞ്ഞു. അങ്ങനെ ഒരു ദിവസം ആ സമയമെത്തി. അപ്പോൾ എല്ലാം നശിച്ചു. റാണി മെലോഡിയ വേദനയിൽ പുളയുകയായിരുന്നു. രാജകുമാരൻ ജനിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് അറ്റ്ലാന്റിസിന്റെ അതിർത്തിയിൽ ആപത്തിന്റെ മണി മുഴങ്ങിയത്. മഹാരാജാവേ, ഷാർക്ക് രാജ്യം നമ്മളുടെ താക്കിയിട്ടുണ്ട്. പിന്നെ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളുടെ പകുതിക്കും അധികമായ ആൾക്കാർ ചത്തുപോയിട്ടുണ്ട്. എന്ത്? മഹാറാണിയുടെ രക്ഷണയിൽ ശ്രദ്ധിച്ചോളൂ. ശരി മഹാരാജാവേ. മഹാരാജാവിന്റെ ഉത്തരവ് പ്രകാരം സേനാധിപതി റാണിയുടെ അറയിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് മഹാരാജാവേ, സന്തോഷമായ കാര്യം, മഹാറാണി രാജകുമാരനെ പ്രസവിച്ചിരിക്കുന്നു. ദാസി ഇങ്ങനെ വന്ന് പറഞ്ഞത് കേട്ടിട്ട് മഹാരാജാവ് ഒരുപാട് സന്തോഷിച്ചു. അദ്ദേഹം ഉടനെ റാണിയുടെ അറയിലേക്ക് ചെന്നു. അദ്ദേഹം രാജകുമാരനെ തന്റെ കയ്യിലെടുത്തു. അപ്പോഴാണ് കൊട്ടാരത്തിൽ ഉച്ചത്തിലുള്ള വെടിശബ്ദങ്ങൾ കേട്ടത്. അപ്പോൾ ആലിസിന് മനസ്സിലായി ഇനി ഓടാനോ യുദ്ധം ചെയ്യാനോ സമയമില്ലെന്ന്. എന്നെ ക്ഷമിച്ചേക്കും മോനെ, പക്ഷേ ഇപ്പോൾ നീ പോയേ പറ്റുള്ളൂ. എന്ത്, പോകണമെന്നോ? നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ ശരിയായ കാര്യമാണ് പറയുന്നത്. ഷാർക്ക് രാജാവ് നമ്മളെ എല്ലാ വശത്തും ചുറ്റി വളച്ചിട്ടുണ്ട്. പകുതിക്കും അധികമായ നമ്മളുടെ ആൾക്കാർ ചത്തുപോയിട്ടുണ്ട്. നീ എന്താ കരുതിയിട്ടുണ്ട്? ഷാർക്ക് രാജാവ് ഇങ്ങോട്ട് വന്നെങ്കിൽ നിനക്ക് എനിക്ക് വേണ്ടി മാത്രമാണ് വന്നത്? ഇല്ല, അദ്ദേഹം ഈ രാജ്യത്തിനെ രാജ്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പിന്നെ അവരുടെ മുൻപിലുള്ള ഏതൊരു പ്രശ്നത്തിനെയും അവൻ തീർത്തോളും. നമ്മളുടെ കുട്ടീനെയും അവൻ ജീവനോട് വിടില്ല. ഇല്ല, അങ്ങനെ പറയല്ലേ. അവനില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കും മെലോഡിയ. നമ്മളുടെ കുട്ടി നമ്മളുടെ അടുത്ത് ഇല്ലെങ്കിൽ അവൻ രക്ഷണയോടെ ഇരിക്കും. സേവകനെ, നീ ഇളവരസനെ കൂട്ടിക്കൊണ്ട് പുറകിലുള്ള കഥക വഴി ഓടിക്കോളൂ. ശരി മഹാരാജാവേ. ഇതാ യുവരാജനെ പിടിക്കൂ. നമ്മളുടെ പാരമ്പര്യത്തിന്റെ അടയാളം ഈ നീല ക്രിസ്റ്റൽ ഏതൊരു അവസ്ഥയിലും നിന്നെ രക്ഷിക്കും. നീ ഇവിടെ നിന്ന് പോയിക്കോ മോനെ. പക്ഷേ ഓർമ്മിച്ചോളൂ, നീയാണ് ഈ രാജ്യത്തിന്റെ വാരിസ്. ഈ രാജ്യം നിനക്ക് വേണ്ടി കാത്തിരിക്കും. ഇങ്ങനെ രാജാവും റാണിയും അവരുടെ രാജകുമാരനെ വളരെ വിഷമത്തോടെ പറഞ്ഞയച്ചു. അടുത്ത ദിവസം ഭൂമിയിലുള്ള ഒരു കടൽക്കര ഗ്രാമത്തിലെ മീൻ തൊഴിലാളി ഗോപാൽ തന്റെ ചെറിയ വഞ്ചിയിൽ കടലിൽ മീൻ പിടിക്കാനായി ചെന്നു. അദ്ദേഹം സ്നേഹമുള്ള നല്ലവനായ ഒരു തനി മനുഷ്യനാണ്. പല വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി. പിന്നെ അദ്ദേഹം തനിച്ചു ജീവിക്കുകയായിരുന്നു. ശരി, ഇന്ന് ദിവസം വളരെ നന്നായിട്ടുണ്ട്. നല്ല കാര്യമാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് എവിടെ നിന്നോ ഒരു കുഞ്ഞു കരയുന്ന ശബ്ദം കേട്ടത്. ചേടാ, ഈ കുഞ്ഞ് കരയുന്ന ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? ഗോപാൽ തന്റെ വഞ്ചി നിർത്തിയിട്ട് കരയുടെ അരികിലേക്ക് ചെന്നു. അവിടെ അദ്ദേഹം കണ്ടു, കരയുടെ അരികിൽ ഒരു കുട്ടയിൽ വളരെ ഭംഗിയുള്ള സുന്ദരനായ ഒരു കുഞ്ഞിനെ ആരോ ഉപേക്ഷിച്ചിരിക്കുകയാണ്. പിന്നെ ആ കുഞ്ഞ് നന്നായി കരയുകയായിരുന്നു. ഇത്ര ഭംഗിയുള്ള ഒരു കുട്ടീനെ ആരാണ് ഇവിടെ വിട്ടിട്ട് പോയതിന് അറിയില്ലല്ലോ. ഇല്ല, ഇങ്ങനെ കരയല്ലേ മോനെ.
ഗോപാൽ നിലത്തിരുന്നു. എന്നിട്ട് ആ കുഞ്ഞിനെ കയ്യിലെടുത്തു. പക്ഷെ എന്തു ചെയ്തിട്ടും പാവം ആ കുഞ്ഞ് കരച്ചിൽ നിർത്തിയതേയില്ല. പാവം ഗോപാൽ തന്നെ കൊണ്ട് പറ്റുന്നത്ര ശ്രമിച്ചു നോക്കി. പക്ഷെ ആ കുഞ്ഞ് കരച്ചിൽ നിർത്തിയതേയില്ല. അല്ല അല്ല, നീ കരയല്ലേ, നീ നല്ല കുട്ടിയല്ലേ. എന്റെ ദൈവമേ, ഇവൻ കരഞ്ഞത് നിർത്തുന്നത് പോലെ ഇല്ലല്ലോ. അപ്പോഴാണ് പെട്ടെന്ന് ആകാശത്ത് കറുത്ത മേഘങ്ങൾ വന്നത്. മിന്നൽ വെട്ടി, കാറ്റ് വേഗത്തിൽ വീശി. പിന്നെ കുറച്ചു സമയം കൊണ്ട് നന്നായി മഴ പെയ്യാൻ തുടങ്ങി. അത് കണ്ടിട്ട് ഗോപാൽ ആകെ പേടിച്ചു പോയി. അദ്ദേഹം ആ കുഞ്ഞിനെയും കൊണ്ട് എണീക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് കടലിൽ നിന്നും ഒരു വലിയ തിരമാല അദ്ദേഹത്തിനെ നോക്കി വന്നത്. ആ തിരമാല ആ കുഞ്ഞിന്റെ കാലിൽ വന്നു കൊണ്ടു. ഉടനെ ഒരു അതിശയമുണ്ടായി. ആ തിരമാല വന്നു തൊട്ടതും ആ കുഞ്ഞ് തന്റെ കരച്ചിൽ നിർത്തി. മഴയും നിന്നു. സമുദ്രത്തിന്റെ തിരമാല ഇവനെ കൊണ്ടതും ഇവൻ ശാന്തമായി പോയി. അപ്പോഴാണ് ഗോപാലിന്റെ മുഖത്ത് എന്തോ ഒരു പ്രകാശം വന്നത്. അദ്ദേഹം നോക്കിയപ്പോൾ ആ കുഞ്ഞിന്റെ കഴുത്തിൽ ഒരു ക്രിസ്റ്റൽ ഉണ്ടായിരുന്നു. അത് കണ്ടതും ഗോപാലിന് മനസ്സിലായി ആ കുഞ്ഞൊരു സാധാരണ കുഞ്ഞല്ല എന്ന്. ചേടാ, എന്താ ഇത്? നീല ക്രിസ്റ്റലോ? എന്ന് വെച്ചാൽ ഇവൻ സാധാരണ കുട്ടിയില്ലാന്ന് തോന്നുന്നു. പക്ഷെ എന്തിനാ ഈ കുട്ടീനെ ഇവിടെ വിട്ടിട്ട് പോയത്? ശരി, ഒരു കുഴപ്പവും ഇല്ല. ആരെങ്കിലും വന്ന് നിന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വരെ നീ എന്റെ കുട്ടിയാണ്, എന്റെ മോനാണ് നീർ. അങ്ങനെ അവസാനം കടലിലെ രാജകുമാരന് ഒരു സ്ഥലം കിട്ടി. ഗോപാൽ ആ കുഞ്ഞിനെ ഉടനെ തന്റെ കുടിലിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവനെ വളരെ സ്നേഹത്തോടെ വളർത്താൻ തുടങ്ങി. പതുക്കെ പതുക്കെ വർഷങ്ങളും കടന്നു. നീരും നന്നായി വളർന്നു. ഒപ്പം തന്നെ അവന്റെ കഴിവുകളും നന്നായി വളർന്നു. ഇതാ ഞാൻ വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചു നീർ. എനിക്കൊന്നുമില്ല അച്ഛാ. ശരി ശരി, പതുക്കെ മോനെ. സമുദ്രത്തിൽ വലിയ വലിയ മീനുകളൊക്കെ ഉണ്ടാവും. ഞാൻ എന്തിനാ അവരെ പേടിക്കണം? അവരെല്ലാം എന്റെ സുഹൃത്താണ്. പിന്നെ അത് തന്നെ, മീരിന്റെ ഈ സ്വഭാവം എല്ലാരെക്കാളും വിചിത്രമായിരുന്നു. മീര കടലിൽ ഒരുപാട് സമയം നീന്തുന്നത് മാത്രമല്ല, ഷാർക്കിനോടൊപ്പം ഡോൾഫിനോടൊപ്പം കൂട്ടും കൂടി. അവരോടൊപ്പം ചേർന്ന് കടലിൽ അവനും ഉയരത്തിൽ ചാടും. കടലിൽ അവൻ കളിച്ചുകൊണ്ടിരിക്കും. അതായത് ആ കടലിനും അവനും വലിയൊരു ബന്ധമുള്ളതുപോലെ. അച്ഛാ, ഇതാ പിടിച്ചോളൂ. എന്റെ ഇന്നത്തെ ജോലി പൂർത്തിയായിട്ടുണ്ട്. ചേടാ, കൊള്ളാമല്ലോ. ഇന്ന് നീ വലിയ വലിയ മീനുകളൊക്കെ പിടിച്ചിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ് മോനെ. ശരി, വാ, നമ്മൾ വീട്ടിലേക്ക് പോവാം. ഗോപാൽ മീനെല്ലാം തന്റെ കുട്ടയിലിട്ടുകൊണ്ട് പുറപ്പെട്ടു. അപ്പോഴാണ് ചേടാ മോനെ, എന്തു പറ്റി? വരൂ. ഓ, സമുദ്രത്തിൽ നീ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ. എന്തിനാന്ന് അറിയില്ല, ഞാൻ എപ്പോഴൊക്കെ സമുദ്രത്തിൽ നീന്തിട്ട് നമ്മളുടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ആരോ എന്നെ വിളിക്കുന്നത് പോലെ, ശബ്ദമുണ്ടാക്കുന്നത് പോലെ ഉണ്ട്. മീരു പറഞ്ഞത് കേട്ടിട്ട് ഗോപാൽ ആകെ ഞെട്ടിപ്പോയി. പിന്നെ അദ്ദേഹം അക്കാര്യം വലിയൊരു കാര്യമായി കൂട്ടാക്കിയില്ല. അത് മീരുവിന്റെ തോന്നലാണെന്ന് അദ്ദേഹം കരുതി. പക്ഷെ ഗോപാലിന് എവിടെ അറിയാനാണ് മീരുവിന്റെ തലയുടെ മുകളിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആ പഴയ ആപത്ത് വീണ്ടും വരാൻ പോവുകയാണെന്ന്. എങ്ങനെയോ ഞാൻ അറ്റ്ലാന്റിസിനെ സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്ര കൊല്ലങ്ങൾ കടന്നതിന് ശേഷം പോലും എനിക്ക് സന്തോഷമായിട്ടില്ല. എന്തിനാ? അത് എനിക്കറിയും. അവൻ ജീവനോടുണ്ട്. ഇന്നും അവൻ ജീവനോടുണ്ട്. ഈ അറ്റ്ലാന്റിസിന്റെ ശരിക്കുമുള്ള വാരിസ്. നിങ്ങളുടെ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട്. അവനെ നിങ്ങളുടെ വഴിയിൽ വരാതെ നിങ്ങൾ നോക്കിക്കോളും. ഞാൻ അവനെ കാണണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ. രാജാവ് പറഞ്ഞത് കേട്ടിട്ട് ആ ദൂതൻ തന്റെ കൈകൾ ആ മാന്ത്രിക ഉരുണ്ടയിൽ വെച്ചു. അങ്ങനെ അതിശയമുണ്ടായി. ഷാർക്ക് രാജാവിന് ആ കണ്ണാടി ഉരുണ്ടയിൽ മീരിന്റെ രൂപം കാണാൻ സാധിച്ചു. അത് കണ്ടിട്ട് അദ്ദേഹത്തിന് നന്നായി ദേഷ്യം വന്നു. ഉടനെ അദ്ദേഹം തന്റെ രാജ്യത്തിലെ മികച്ചവനും വളരെ വിശ്വാസിയുമായ സൈനികനെ മീറിനെ കൊല്ലാനായി അവിടേക്ക് അയച്ചു. മറ്റൊരു വശത്ത് അവിടെ വീട് വൃത്തിയാക്കുകയായിരുന്നു. അപ്പോഴാണ് അവന് ആ പഴയ പെട്ടിയിൽ നിന്നും നീല ക്രിസ്റ്റൽ കിട്ടിയത്. അത് രാജ ആലീസ് അവന് ഇട്ടതാണ്. ചേടാ, എന്താ ഇത്? നീല ക്രിസ്റ്റലോ? ഇതെങ്ങനെയാണ് ഇവിടെ വന്നത്? പിന്നെ അച്ഛൻ എന്റെ അടുത്ത് ഇതിനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ലല്ലോ. അവസാനം മീറിന് ആ നീല ക്രിസ്റ്റൽ കിട്ടിക്കഴിഞ്ഞു. അത് അവൻ തന്റെ കൈകൊണ്ട് തുടച്ചപ്പോൾ അതിൽ നിന്നും നീല പുക പുറത്തേക്ക് വന്നു. പിന്നെ ആ പുക ഒരു നീല ദേവതയായി മാറി. അത് കണ്ടിട്ട് മീർ പേടിച്ചുപോയി. ചേടാ, എന്താ ഇത്?
ഈ പുക മനുഷ്യയായിട്ട് മാറിയിട്ടുണ്ട്. രക്ഷിക്കൂ, ആരെങ്കിലും എന്നെ രക്ഷിക്കൂ. നിലവിളിക്കേണ്ട ആവശ്യമില്ല. എന്നെ കാണാൻ മോശമൊന്നുമല്ലല്ലോ രാജകുമാര. എന്ത് രാജകുമാരനാണോ? നിന്നെ കൊണ്ട് സംസാരിക്കാൻ പറ്റുമോ? നീ ആരാണോ? നിനക്ക് ഈ വാൾ എങ്ങനെ വന്നത്? പിന്നെ ഞാനും. ഒരേ സമയത്ത് ഇത്ര ചോദ്യം ചോദിക്കല്ലേ, പിന്നെ ഞാൻ പേടിച്ചു പോകും. പിന്നെ നിങ്ങളുണ്ടല്ലോ, ഞാൻ നിങ്ങളെ കുറിച്ചുള്ള സത്യം പറയാം. അങ്ങൊരു രാജാവാണ്, ആലിയസിന്റെ രാജാവാണ്. ഇന്ന് വരെ നിങ്ങൾ കളഞ്ഞുപോയി ജീവിക്കുകയാണ്. പിന്നെ ആലിയസ് രാജ്യം ഇന്നും നിങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്നു. എന്ത്? ആലിയസിന്റെ യുവരാജനാണോ? ദേവത പറഞ്ഞത് കേട്ടിട്ട് നീർ ആകെ ഞെട്ടി നിന്നു. അങ്ങനെ പല വർഷങ്ങളായി മറഞ്ഞിരുന്ന സത്യം അവനിപ്പോൾ മനസ്സിലായി. ശരി വിട്ടേക്ക്, ഇന്നത്തെ ജോലി പൂർത്തിയായിട്ടുണ്ട്. നീർ നീർ മോനെ, കുറച്ച് പുറത്ത് വന്ന് ഈ സാധനങ്ങൾ അകത്ത് കൊണ്ടുപോ മോനെ. നീർ നീർ ചേടാ, ഇവൻ എന്തിനാ ഏത് ഉത്തരവും പറയാത്തത്? നീർ. പാവം ഗോപാൽ ജോലി കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ നീരിന്റെ ശബ്ദം കേൾക്കാത്തത് കാരണം അദ്ദേഹം ആകെ പേടിച്ചുപോയി. എന്നിട്ട് അദ്ദേഹം വീട്ടിലേക്ക് കയറി. അകത്ത് ചെന്ന് നോക്കിയപ്പോൾ നീരിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ വളരെ ശാന്തമായി ഗോപാലിനെ നോക്കി നിന്നു. അവന്റെ കൂടെ ഒരു പെണ്ണ് നിൽക്കുകയായിരുന്നു. അവളെ കണ്ടതും ഗോപാൽ ഞെട്ടിപ്പോയി. നീർ മോനെ, നീർ മോനെ, എന്തു പറ്റി നിനക്ക്? ശരി, ഇതാരാണ്? ഞാനാണ് നിയ. ഞാനൊരു ജലദേവതയാണ്. എന്ത്? ജലദേവതയോ? പക്ഷേ ഇതെങ്ങനെ സാധ്യമാവും? അച്ഛാ, അത് ഞാൻ പറയുന്നു. നീരിന്റെ ശബ്ദത്തിലുണ്ടായിരുന്ന ആ ഗംഭീരം കണ്ട് ഗോപാൽ ശാന്തനായി നിന്നു. എന്നിട്ട് അവൻ പറയുന്നത് ശ്രദ്ധിച്ചു. നീർ അദ്ദേഹത്തോട് എല്ലാം പറഞ്ഞു. അതായത് അവൻ ആരാണ്, എവിടെ നിന്നാണ് വന്നത്, പിന്നെ അവന്റെ ശരിക്കുമുള്ള വീട് ഏതാണെന്ന്. ഇതെല്ലാം കേട്ടതും ഗോപാൽ പേടിച്ചു. എന്നിട്ട് വിഷമത്തോടെ, എന്ത്? നീ അറ്റ്ലാന്റിസിന്റെ യുവരാജനാണോ? അതെ, ഇത് നേരാണ് അച്ഛാ. പിന്നെ ഞാൻ. ഇതിനു മേലെ നീ ഒന്നും സംസാരിക്കണ്ട മോനെ. ഇപ്പോൾ നീ അവിടെ ഇരിക്കുന്നത് അവർക്ക് വളരെ ആവശ്യമാണ്. അതാണ് നിന്റെ ശരിക്കുമുള്ള വീട്. ഏത് സമയത്താണോ ഞാൻ നിന്നെ എന്റെ കയ്യിൽ പൊക്കിയോ അപ്പോൾ തന്നെ അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായും ഒരു ദിവസം നീ തീർച്ചയായും പോകണമെന്ന്. പിന്നെ ആ ദിവസം ഇന്നാണ്. ഞാൻ നിന്നെ തടയില്ല മോനെ. പോ മോനെ, നിന്റെ വീട്ടിലേക്ക് പോ. പിന്നെ നിന്റെ ജീവിതത്തിനെ ആരാണോ നശിപ്പിച്ചത് അവനെ ഒരു പാഠം പഠിപ്പിച്ചോളൂ മോനെ. പോയിട്ട് വാ മോനെ. ശരി അച്ഛാ. ഗോപാൽ പറഞ്ഞ ഉടനെ നീർ തിരിച്ചു പോകാനുള്ള പ്രയാണം തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ കുറച്ചു സമയത്തിനകം കടലിലെ തിരമാലകളിൽ മുങ്ങി. കടലിന് നടുക്ക് പോയതും തന്നെ നിയ തന്റെ മാന്ത്രിക വടി കൊണ്ട് സമുദ്രത്തിൽ ഒരു ചുരങ്കമുണ്ടാക്കി. ആ രഹസ്യ ചുരങ്കം ഉപയോഗിച്ച കുറച്ചു സമയത്തിനകം അവർ രണ്ടുപേരും 1000 മൈലിന് താഴെ അറ്റ്ലാന്റിസിൽ ചെന്നെത്തി. അവിടെയുള്ള അവസ്ഥ കണ്ടിട്ട് നീർ നെട്ടുകയും ദേഷ്യപ്പെടുകയും ചെയ്തു. അവസാനം നമ്മൾ എന്തിനാ പേടിച്ചോ അത് തന്നെ നടന്നു. ഷാർക്ക് രാജാവ് എല്ലാവற்றிനെയും മാറ്റിയിട്ടുണ്ട്. നമ്മളുടെ രാജ്യത്തിനെ മാത്രമല്ല, രാജ്യത്തിലുള്ള മക്കൾ എല്ലാവരെയും കൊന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തന്റെ വീട്ടിലേക്ക് തിരികെ വന്നപ്പോൾ എന്താണോ നീർ കണ്ടത് അത് അവന് ഒരുപാട് സങ്കടമുണ്ടാക്കി. അവന് തന്റെ അച്ഛനമ്മയുടെ ഓർമ്മ വന്നു. പക്ഷെ വിഷമിക്കുന്ന കാര്യം എന്താണെന്നാൽ അവരുടെ ഓർമ്മയ്ക്കായി അറ്റ്ലാന്റിസിൽ ഒരു സാധനവും ഇല്ല. എനിക്ക് മനസ്സിലാകുന്നു, നിനക്ക് ദേഷ്യം വരുന്നു, സങ്കടം വരുന്നു. പക്ഷെ ഇപ്പോൾ ദേഷ്യപ്പെടേണ്ട സമയമല്ല. ഇവിടെ നീ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്. അത് നീ നിറവേറ്റണം. നമ്മളിപ്പോൾ ഈ രാജ്യത്തിനെയും ജനങ്ങളെയും ആ രാക്ഷസന്റെ കയ്യിൽ നിന്നും രക്ഷിക്കണം. ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ശരി, വാ, നമ്മൾ പണി തുടങ്ങിക്കോളാം. പക്ഷെ യാതൊരു ജോലിയും തുടങ്ങുന്നതിന് മുൻപ് നീ ഒരാളെ പരിചയപ്പെടണം. അറ്റ്ലാന്റിസിലേക്ക് ചെന്നതും തന്നെ നീർ വളരെ ആഗ്രഹത്തോടെ തന്റെ ജോലി തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു. അവിടെ രാജ്യത്തിന്റെ പഴയ പട്ടാളക്കാർ പിന്നെ രാജാവിന്റെ വിശ്വാസികളെയും ചെന്ന് കണ്ടു. രാജാവിന്റെ വിശ്വാസികളെ, നിങ്ങൾ എന്നെ ഏൽപ്പിച്ച കാര്യം അത് ഞാൻ ചെയ്തു. ഈ രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശി നീർ. അദ്ദേഹം തിരിച്ചെത്തി. ഭടന്മാരൊക്കെ നിയ പറഞ്ഞത് കേട്ടതും അവർ പുറകിലോട്ട് തിരിഞ്ഞു നോക്കി. വളരെ സന്തോഷിച്ചു, കരയാൻ തുടങ്ങി. അവസാനം എന്റെ അധ്വാനം വിജയിച്ചിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും വീണ്ടും വന്നിട്ടുണ്ട്. ക്ഷമിക്കണം, പക്ഷേ നിങ്ങൾ ആരാണ്? എനിക്ക് ഇവിടെ ഉള്ള ആരെയും അറിയില്ല. അത് ഞാനാണ്. രാജാവിന്റെ ഉത്തരവ് പ്രകാരം നിങ്ങളെ കൊണ്ടുപോയി സമുദ്രത്തിന്റെ ആവശത്ത് മനുഷ്യരുടെ മധ്യയിൽ വിട്ടതാണ്. പറയണമെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. പക്ഷേ ആ സമയത്ത് സമുദ്രത്തിൽ മഹായുദ്ധം തുടങ്ങിയിട്ടുണ്ട്.
നമ്മളുടെ രാജ്യത്തിനെ പറ്റിയും പിന്നെ രാജാവിനെ പറ്റിയും വിഷമമായി. അതുകൊണ്ടാണ് അവിടെ ഇരുന്ന ഒരു നല്ല മീൻകാരനെ കണ്ടിട്ട് ഞാൻ അവന്റെ അടുത്ത് നിങ്ങളെ വിട്ടു. പക്ഷേ എന്റെ മോശമായ സമയം നോക്ക്, എന്നെ കൊണ്ട് മഹാരാജാവിനെയും റാണിയും രക്ഷിക്കാൻ പറ്റില്ല. എന്ത്? അതേ യുവരാജ, അവർ രണ്ടുപേരും ഇപ്പോൾ ഈ ലോകത്തിലില്ല. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ ഷാർക്ക് രാജാവിന്റെ അടുത്ത് രക്ഷപ്പെട്ട് ഇവിടെ ഒരു രഹസ്യ പടയിനെ ഉരുവാക്കിയിട്ടുണ്ട്. ശരിയായ സമയം വരുമ്പോൾ ആ ഷാർക്ക് രാജാവിന്റെ രാജ്യത്തിനെ നമ്മൾ തീർച്ചയായും തോൽപ്പിക്കും. ഇവിടെ നോക്കൂ, ഇത്ര കൊല്ലങ്ങൾ കടന്നതിന് ശേഷം പോലും എന്റെ സൈന്യം തയ്യാറായിട്ടുണ്ട്. പക്ഷേ എന്റെ സൈന്യം നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്, നിങ്ങൾക്ക് വേണ്ടി മാത്രം. ഇപ്പോൾ നീയാ ഞങ്ങളുടെ കാത്തിരിപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത്ര കൊല്ലങ്ങളായിട്ട് ശ്രദ്ധയോടും വിശ്വാസത്തോടും ഉണ്ടായിരുന്നു. അത് വളരെ നല്ല കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് നന്ദി കടപ്പെട്ടിട്ടുണ്ട്. പറയണമെങ്കിൽ എനിക്ക് യുദ്ധം ഇഷ്ടമില്ല, പക്ഷേ പ്രശാന്തതന് വേണ്ടി യുദ്ധം ചെയ്യണമെങ്കിൽ ഞാൻ അതിന് ഏൽക്കുന്നു. നമ്മളുടെ സൈന്യത്തിന്റെ അടുത്ത് പറഞ്ഞ് അവരെ റെഡിയായിട്ട് ഇരിക്കാൻ പറയൂ, കാരണം ഇപ്പോഴാണ് മഹായുദ്ധം തുടങ്ങാൻ പോകുന്നത്. നീർ വന്നതുകൊണ്ട് മുഴുവൻ അറ്റ്ലാന്റിസ് രാജ്യവും ശക്തി ആർജിച്ചതായി. ഏത് ജനങ്ങൾ ഷാർക്ക് രാജ്യത്തിന്റെ ക്രൂരത കണ്ട് പേടിച്ചോ, ജനങ്ങൾ അവർക്കെതിരായി ഒരു സമരം തുടങ്ങി. ജനങ്ങൾ ചുവരിലുണ്ടായിരുന്ന ഷാർക്ക് രാജ്യത്തിന്റെ ചിഹ്നങ്ങൾ മായ്ക്കാൻ തുടങ്ങി. അവൻ ഇട്ടുവെച്ചിരുന്ന ആഞ്ഞുകളൊക്കെ മറികടന്നു. അതുകൊണ്ട് ഷാർക്ക് രാജാവിന് ദേഷ്യം വന്നു. ഓ, എന്നാൽ ആ യുവരാജൻ ഒരു മീൻകാരനോടൊപ്പം വളർന്നോ? അവൻ എനിക്ക് ഇപ്പോൾ സവാൽ വിടുന്നു. പാവം, അവൻ ചെറിയ കുട്ടിയാണ്. അവൻ ആരെയാണ് എതിർക്കുന്നതെന്ന് അവൻ അറിയില്ലാന്ന് തോന്നുന്നു. ഞാൻ ഷാർക്ക് രാജ്. അവനെ കൊണ്ട് എന്റെ കൊട്ടാരത്തിന്റെ അടുത്ത് പോലും വരാൻ പറ്റില്ല. രണ്ടു വശത്തും ദേഷ്യം പടരാൻ തുടങ്ങി. നീരും ബാക്കിയുള്ള ഭടന്മാരും ജലകവചം എടുത്തു. കടലിൽ മറയ്ക്കപ്പെട്ടിരുന്ന അസ്ത്രങ്ങൾ പുറത്തേക്ക് വന്നു. നീരിന്റെ കയ്യിൽ അവരുടെ മുൻഗാമികളുടെ തൃശൂലം എത്തി. ത്രിനേത്ര അങ്ങനെയുള്ള ഒരു ആയുധം. അതുകൊണ്ട് യാതൊരു വസ്തുവിനെയും കീറി അത് 4 കഷ്ണങ്ങളാക്കാൻ പറ്റും. ഒപ്പം തന്നെ അവരുടെ സൈന്യത്തിൽ വലിയ വലിയ മീൻ സൈന്യങ്ങളും ചേർന്നു. അതായത് വലിയ ഓക്ടോപ്പസ്, വലിയ ആമകൾ, ജലസർപ്പങ്ങൾ, വളരെ പഴയതായ വളരെ ബലശാലിയായ അബ്ബി, അവരെല്ലാവരും നീരിനെ സഹായിച്ചു. അവരുടെ മുൻപിൽ ഷാർക്ക് രാജ്യം വിജയിക്കുന്നത് സാധ്യമല്ല. പിന്നെ പതുക്കെ പതുക്കെ ആ യുദ്ധ ദിവസവും വന്നെത്തി. മഹായുദ്ധം അറ്റ്ലാന്റിസിന് പുറത്ത് നീർസർ എന്ന മൈതാനത്ത് നടന്നു. അവിടെ ജലജന്തുക്കൾ മാറി മാറി മത്സരിക്കാൻ തുടങ്ങി. അവിടെ ഷാർക്ക് രാജാവും നീരും അവരുടെ സൈന്യത്തോടൊപ്പം നിൽക്കുകയായിരുന്നു. അവസാനം നമ്മൾ എല്ലാവരും നേർക്ക് നേർ വന്നിട്ടുണ്ട്. പക്ഷേ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾ എല്ലാവരോടും ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. ഈ രാജ്യം എന്റേതല്ല, നമ്മൾ എല്ലാവരുമാണ്. നിങ്ങൾ എനിക്ക് സ്വന്തമാണ്, ഞാൻ നിങ്ങൾക്ക് സ്വന്തം. ഇത്ര കാലങ്ങളായിട്ട് ഏതൊരു ശത്രുവാണ് നമ്മളുടെ പവിത്രമായ രാജ്യത്തിനെ തന്റെ കോപം കൊണ്ട് പവിത്രമില്ലാതെ ആക്കിയിട്ടുണ്ടോ, അവന്റെ കൊടുമൈകൾക്ക് ഉത്തരം പറയാനുള്ള സമയം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നിച്ചിരിക്കണം. പ്രശാന്തതന് വേണ്ടിയുള്ള ഈ യുദ്ധത്തിനെ തുടങ്ങിക്കോളൂ. നീർ ഇങ്ങനെ ആജ്ഞാപിച്ചതും തന്നെ എല്ലാവരും മാറി മാറി മത്സരിക്കാൻ തുടങ്ങി. ഷാർക്ക് രാജാവ് ആയിരക്കണക്കിന് ഭടന്മാരെ അയച്ചു. ഷാർക്ക് ഭടന്മാർ, ഞണ്ടുകൾ. പക്ഷേ പല വർഷങ്ങളായി വേദനയിലിരുന്ന ജനങ്ങൾ പിന്നെ പഴയ ഭടന്മാരുടെ മുൻപിൽ ഷാർക്ക് രാജാവിന്റെ സൈന്യങ്ങൾ തോറ്റു തുന്നം പാടി. ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? എന്റെ ഭടന്മാർ ഏതിനും ഉപയോഗമില്ലാതെ ആ പടയുടെ അടുത്ത് എങ്ങനെയാണ് തോൽക്കുന്നത്? ഇത് പുതിയ കാലത്തിന്റെ പുതിയ മായാണ് ഷാർക്ക് രാജ്. അവരെ എതിർക്കുന്നത് അത്ര എളുപ്പമായ കാര്യമല്ല. ദൂതൻ പറഞ്ഞത് കേട്ടിട്ട് ഷാർക്ക് രാജാവിന് ദേഷ്യം വന്നു. അവസാനം ഷാർക്ക് രാജാവ് തന്നെ യുദ്ധത്തിന് പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ദേഷ്യമുണ്ടായിരുന്നു. പിന്നെ കയ്യിലുണ്ടായിരുന്നു കാലശംഖ്. അതായത് ആ ശംഖ് കടലിൽ വിഷം കലർത്തുന്നതാണ്. ഷാർക്ക് രാജാവ് നോക്കുകയായിരുന്നു. നീർ തന്റെ തൃശൂലം കൊണ്ട് തന്റെ ശത്രുക്കളെ ആക്രമിക്കുകയായിരുന്നു. അത് അവരെ നശിപ്പിച്ചുകൊണ്ടിരുന്നു. നീ ഇപ്പോൾ എങ്ങനെ ഉണ്ടായാലും കുഴപ്പമില്ല. ഇന്നാണ് നിന്റെ അവസാനത്തെ ദിവസം. ആ രാജാവ് കാലശംഖെടുത്ത് ഊതാൻ തുടങ്ങി. ആകെ പ്രശ്നമായി. ആ കാലശംഖിൽ നിന്നും നീല വിഷവായു പുറത്തേക്ക് വരാൻ തുടങ്ങി. പിന്നെ ഒരു ക്ഷണം കൊണ്ട് ആ വിഷവായു സമുദ്രത്തിൽ ചേരാൻ തുടങ്ങി. അതുകൊണ്ട് നീരിന്റെ സൈനികർക്ക് ശക്തി കുറഞ്ഞു, മരിക്കാൻ തുടങ്ങി. പക്ഷേ ഷാർക്ക് രാജ് അദ്ദേഹത്തിന്റെ സൈനികരുടെ മേലിൽ ആ വിഷം ഒരു ബാധിപ്പും ഉണ്ടാക്കിയില്ല. ഇല്ല, ഇങ്ങനെ നടക്കാൻ പാടില്ല. നിന്നെ കൊണ്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഷാർക്ക് രാജ് വിജയിക്കാൻ പറ്റില്ല. അങ്ങനെ സംഭവിക്കാൻ ഞാൻ വിടില്ല. അപ്പോഴാണ് അവിടേക്ക് നിയ വന്നത്. അവൾ തന്റെ മാന്ത്രിക വടി ഉപയോഗിച്ച് എല്ലാ വിഷവും തന്റെ വടിയിലേക്ക് വലിച്ചെടുത്തു.
അതുകൊണ്ട് നീരും അവന്റെ സൈനികരും രക്ഷപ്പെട്ടു. ഇല്ല, അങ്ങനെ നടക്കാൻ പാടില്ല. ക്ഷമിച്ചേക്കൂ ഷാർക്ക് രാജാവേ, ഈ സമയത്ത് നിങ്ങൾ നിലവിളിക്കാൻ പാടില്ല. ഇത് ഓടിക്കാനുള്ള സമയമാണ്. ആ നീർ നമ്മളെക്കാളും ബലശാലിയാണ്. അതുകൊണ്ട് ഇപ്പോൾ യുദ്ധം ചെയ്യുന്നതിന് പകരം നമ്മൾ ഓടിക്കുന്നത് നല്ലതാണ്. ദൂതൻ പറഞ്ഞത് കേട്ടിട്ട് ഷാർക്ക് രാജ് ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ ഒട്ടും സമയം കളയാതെ അവിടെ നിന്നും ഓടാൻ തുടങ്ങി. അപ്പോഴാണ് നീർ ത്രിശൂലം എടുത്തത്. എന്നിട്ട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഈ സമുദ്രം എന്റേതാണ്, ഞാൻ അതിൻ്റെതും. ആരെങ്കിലും ഇതിനെ നശിപ്പിക്കണമെന്ന് നോക്കിയാൽ അവരെ വെറുതെ വിടാൻ പാടില്ല. നീർ വേഗത്തിൽ ആ ത്രിശൂലം എടുത്ത് ഷാർക്ക് രാജിന് നേരെ എറിഞ്ഞു. അങ്ങനെ അതിശയമുണ്ടായി. നീരിന്റെ ത്രിശൂലം ആ കടലിലെ തിരമാലകളെയും കടന്ന് അവസാനം ഷാർക്ക് രാജാവിന്റെ നെഞ്ച് പിളർന്നു. അവിടെ ഷാർക്ക് രാജാവ് മരിച്ചുപോയി. ഞാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ വിജയിച്ചു സുഹൃത്തുക്കളെ, നമ്മൾ വിജയിച്ചു. അവസാനം നീർ പറഞ്ഞത് കേട്ടിട്ട് എല്ലാരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഷാർക്ക് രാജാവിന്റെ തോറ്റ സൈന്യങ്ങൾ നീരിന്റെ സൈന്യങ്ങളോടൊപ്പം ചേർന്നു. ഒപ്പം ഷാർക്ക് രാജാവിന്റെ ദൂതുവനും. ഒരു വിധേന പല കാലങ്ങളായി ഉണ്ടായിരുന്ന ക്രൂരത അവസാനിച്ചു. അറ്റ്ലാന്റിന് യഥാർത്ഥ അവകാശിയും കിട്ടി.